സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇൻസൈറ്റിൽ ഇന്ന് പരിശോധിക്കുന്നത് വയനാട്ടിലെ സാഹചര്യമാണ്. വയനാട്ടിലെ സാഹചര്യം അവിടെ വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ മരിക്കുന്നത്, കാട്ടാന ചവിട്ടി 2 പേരും മരിച്ചു, കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, അങ്ങനെ വലിയ പ്രശ്നം വയനാട് അഭിമുഖീകരിക്കുന്നു. ഈ സാഹചര്യമാണ് ഇന്ന് ഇൻസൈറ്റ് പരിശോധിക്കുന്നത്. നാളെ മന്ത്രിതല സംഘം അവിടെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. പല നടപടികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് നിയമം മാറ്റണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ദുരിതത്തിന് അയവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംഗതി. ജനങ്ങളാകെ പ്രക്ഷുബ്ധരായി നിൽക്കുന്ന അവസ്ഥയുമാണ്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഉള്ളത് PT ജോണാണ്. അദ്ദേഹം കർഷക സംഘടനയുടെ ദേശീയ ഭാരവാഹിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ഒക്കെയാണ്. ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു ശ്രീ PT ജോൺ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ പല ഭാഗത്തും ഈ വന്യമൃഗശല്യമുണ്ട്, അല്ലെങ്കിൽ അവരും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വയനാട്ടിലാണ്, പ്രത്യേകിച്ച് വടക്കേ വയനാട്ടിലാണ്. ഈ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ കടന്നുകയറ്റമാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു, വനവിസ്തൃതി കൂടിയതാണ് എന്ന് മറ്റു കൂട്ടർ പറയുന്നു, വന്യമൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വയനാട് ഇത് അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സമഗ്രമായി ഇതിനെ സമീപിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഇതുവരെ നമ്മുടെ ഭരണകൂടം ചെയ്തില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് വയനാട്ടിലാണ്. എനിക്കിപ്പോ 72 വയസ്സായി. ഞാൻ 1970 10ാം ക്ലാസ് വയനാട്ടിൽ നിന്ന് പാസ്സായി കോഴിക്കോട് കോളേജിൽ പഠിക്കാൻ വരുന്നത് വരെ എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ എവർഗ്രീൻ ഫോറസ്റ്റിനകത്തൂടി 4.5 മൈൽ നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ലേഡി സ്മിത്ത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു മദാമ്മയുടെ പേരിലുള്ള ഫോറസ്റ്റ് ആയിരുന്നു, എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരുന്നു. തരിയോട് പഞ്ചായത്തിലും തൊഴിൽ പഞ്ചായത്തിന്റെ ആരംഭത്തിൽ എനിക്ക് എന്റെ പഞ്ചായത്തിൽ അന്ന് ഹൈസ്കൂളില്ല, അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള തരിയോട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കാൻ പോയിരുന്നത്. ഞാൻ പറയുന്നത്, അത്രയും വലിയ പെരുങ്കാട്ടിനകത്തുകൂടി ദിവസേന എന്നെ പോലെയുള്ള നിരവധി കുട്ടികൾ നടന്നുപോയി സ്കൂളിൽ പഠിക്കുകയും തിരിച്ചു വരികയും ചെയ്ത കാലത്തൊന്നും ഞങ്ങൾക്കാർക്കും ഒരു വന്യമൃഗ ശല്യവും വന്യമൃഗ ആക്രമണവും ഏറ്റിട്ടില്ല എന്നുള്ളിടത്തു നിന്ന് നമുക്ക് ആരംഭിക്കാം. അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോ ഞാൻ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 50-52 വർഷം 50-52 വർഷം കൊണ്ട് വയനാട്ടിലുണ്ടായ സംഭവങ്ങൾ എന്താണ്? ഞാൻ ഈ പറഞ്ഞ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരുന്നത് ഇന്ന് നിങ്ങൾ വന്ന് നോക്കിയാൽ കാണും അത് യൂക്കാലിപ്സ് പ്ലാന്റേഷൻ ആണ്. അതുപോലെ വയനാടിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന എവർഗ്രീൻ ഫോറസ്റ്റുകൾ ഒന്നുകിൽ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനോ അല്ലെങ്കിൽ അക്കേഷ്യ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മഞ്ഞക്കൊന്നയോ, അതൊന്നുമല്ലെങ്കിൽ വനം വികസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വനവികസന കോർപ്പറേഷൻ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി. തേയിലത്തോട്ടം കമ്പമലയിൽ ടീ പ്ലാന്റേഷൻ ഉണ്ടാക്കി. വേറെ ആരുമല്ല, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ പുൽപ്പള്ളി ടു ബത്തേരി റൂട്ടില് പ്ലാന്റേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ എവർഗ്രീൻ ഫോറസ്റ്റിനെ വെട്ടിവെളുപ്പിച്ച് പ്ലാന്റേഷൻസ്, തേക്ക് പ്ലാന്റേഷൻ, മാഞ്ചിയം പ്ലാന്റേഷൻ, യൂക്കാലിപ്സ് പ്ലാന്റേഷൻ, മഞ്ഞക്കൊന്ന കൊണ്ട് നടൽ, മറ്റ് ഏലത്തോട്ടം, ഇതുപോലെയുള്ള പ്ലാന്റേഷൻസ് ഉണ്ടാക്കുക വഴി വയനാട്ടിലെ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ 30% ഇല്ലാതാക്കിയതും വനത്തിൽ ജീവിക്കുന്ന വന്യജീവികൾക്കുള്ള ഭക്ഷണവും വെള്ളവും അവർക്ക് ഇല്ലാതാക്കിയതും മറ്റാരുമല്ല, വനം വകുപ്പാണ് എന്നുള്ളത് ഡാറ്റ വെച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ആരോട് ചലഞ്ച് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇതിൽ വേറെ ആരെയുമല്ല കുറ്റം പറയേണ്ടത്. വനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട വനം വകുപ്പാണ്. വനം തകർത്തതും വന്യജീവികൾക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതാക്കി വന്യജീവികളെ സാധാരണ കൃഷിക്കാരന്റെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി അവരാരെയും ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നവരല്ല. അവർക്ക് കാട്ടിനകത്ത് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും ഇല്ലാതായപ്പോൾ അവർ ആഹാരം തേടിയും വെള്ളം തേടിയും പുറത്തേക്ക് വരുന്നു. അത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവമായി മാറുന്നു. അവന്റെ ഉൽപ്പന്നങ്ങൾ അവന് കിട്ടാതാവുന്നു.
ഇത് ഈ സാഹചര്യം സൃഷ്ടിച്ചതിനകത്ത് സർക്കാരിനും വനം വകുപ്പിനുമുള്ള ഉത്തരവാദിത്വം ചെറുതല്ല. നിങ്ങളുടെ ഇത് എൻഡോസൾഫാൻ തളിച്ച് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഹെലികോപ്റ്ററുകളിൽ ആകാശത്തുകൂടി വിഷം പതറിയാണ് എൻഡോസൾഫാൻ അവിടെ ആളുകൾ മുഴുവൻ ജീവിതം തകർന്നു പോയത്. ഇതേപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് കൊക്കക്കോളയ്ക്ക് പ്ലാന്റ് ഉണ്ടാക്കാൻ അനുവാദം കൊടുത്ത് അവിടുത്തെ കൃഷിഭൂമി മുഴുവൻ വിഷമയമാക്കി, അവിടുത്തെ കൃഷിക്കാരുടെ ജീവിതം ഇല്ലാതാക്കി. പ്ലാച്ചിമടയിൽ ഇന്നും കർഷകർ അവരുടെ കോമ്പൻസേഷന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എൻഡോസൾഫാൻ ആയാലും പ്ലാച്ചിമടയായാലും ഈ വനം വകുപ്പ് വയനാട്ടിലല്ല കേരളത്തിൽ ആകമാനം നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം ജനവിരുദ്ധവും ദേശവിരുദ്ധവുമായി എവിടുന്നൊക്കെയോ കിട്ടുന്ന കുറെ പണത്തിന് വേണ്ടി ചെയ്യുന്ന കൊടും ക്രൂരതകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നയപരമായി സർക്കാരിന്റെ നയത്തിലുള്ള പാളിച്ചകൾ കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റും. എന്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ പലപ്പോഴും എന്റെ നാട്ടിലെ കുറിച്ചരും മുളകുർമരും ഒക്കെ നടത്തുന്ന നായാട്ടിന്റെ കൂടെ ഉച്ചാലിനും തുലാപ്പത്തിനും ഒക്കെ കൂടെ പോകാറുണ്ട്. അവരുടെ കൂടെ നായാട്ട് സംഘത്തിൽ കൂട്ടില്ലെങ്കിൽ പോലും അവര് നായാടി പിടിച്ചു കൊണ്ടുവരുന്ന ഒരു പന്നിയാവട്ടെ എന്തിനാണെങ്കിലും അത് വീതം വെക്കുമ്പോ അവിടെ ചുറ്റുവട്ടം നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഓഹരി ആദിവാസികൾ തന്നുവിടുമായിരുന്നു. ഇത് അവരുടെ കസ്റ്റമറി ജീവിതത്തിന്റെ സാമ്പ്രദായിക നിയമത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ എല്ലാ ആഘോഷങ്ങൾക്കും അവർക്ക് അവകാശപ്പെട്ട ഒരു സംഗതിയാണ് ഈ നായാട്ടുകൾ. ആ നായാട്ടുകൾ പൂർണ്ണമായും നിരോധിച്ചു. ആ നായാട്ട് നിരോധിക്കേണ്ട ഒരു ആവശ്യമില്ല. വനം അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർ സംരക്ഷിക്കുന്നതാണ് വനം. അവർ സംരക്ഷിക്കുന്ന വനം അവർക്ക് പൂർണ്ണമായി അതിന്റെ എക്കോളജി, അതിന്റെ സെൻസിറ്റിവിറ്റി അറിയാം, അതിന്റെ ഇക്കോസിസ്റ്റം അറിയാം. ആ വനത്തിന്റെ ഇക്കോസിസ്റ്റം അനുസരിച്ച് ഇന്നും ഞാൻ പറയാം, ആദിവാസികൾ പരിരക്ഷിക്കുന്ന പോലെ വാട്ടർ കൺസർവേഷൻ നടത്തുന്ന, വെള്ളത്തിന്റെ പരിരക്ഷ നടത്തുന്ന വേറൊരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവർക്ക് കോടിക്കണക്കിന് രൂപയൊന്നും വേണ്ട. ഏത് ചെറിയ ജലസ്രോതസ് പോലും എത്ര ഭംഗിയായി മനോഹരമായി കേണികളായി അവർ ഉപയോഗിക്കുകയും അത് വിഷമയമാകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ കാണാം. പാക്കത്തെ കോട്ടയുടെ അടുത്തൊക്കെയുള്ള കേണി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും. അപ്പൊ ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും കൃത്യധാരണയുള്ള ആ ആദിവാസി സമൂഹത്തെ പൂർണ്ണമായി ഈ ഡെവലപ്മെന്റ് പ്രോസസ്സുകൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ, ബ്യൂറോക്രസി അവരുടെ നയങ്ങളും പരിപാടികളും നടപ്പാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ ഇപ്പോഴും സാധ്യതയുണ്ട്. വനാവകാശ നിയമം നടപ്പാക്കിയാൽ മതി. വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്കുള്ള കമ്മ്യൂണിറ്റി റൈറ്റ് ആ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണം. ഞാൻ പറയട്ടെ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇനി നാഴിക വരെ ഒരു കമ്മ്യൂണിറ്റിക്ക് പോലും, ഒരു ആദിവാസി കമ്മ്യൂണിറ്റിക്ക് പോലും ഒരു ഇടത്തു പോലും അവരുടെ കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. തിരുനെല്ലി പഞ്ചായത്തിൽ 80% ആദിവാസികളുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ പെസ അവർക്ക് നടപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിയമമാണ്. ആദിവാസികൾക്ക് വേണ്ടി നടപ്പാക്കാൻ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പാക്കുന്നില്ല. വേറെ ഏതെങ്കിലും സമുദായക്കാരാണെങ്കിലും സമ്മതിക്കുമോ? ആദിവാസിക്ക് അവകാശപ്പെട്ട വന അവകാശ നിയമം നടപ്പാക്കാതിരിക്കുമ്പോ ആദിവാസി ആയതുകൊണ്ടല്ലേ മിണ്ടാണ്ടിരിക്കുന്നത്. വേറെ നായരുടെയോ നമ്പ്യാരുടെയോ നസ്രാണിയുടെയോ വേറെ ഏതെങ്കിലും മതക്കാരുടെയോ സമുദായക്കാരുടെയോ അവർക്ക് അവകാശപ്പെട്ട നിയമമാണ് നടപ്പാക്കാതിരുന്നതെങ്കിൽ അവരൊക്കെ ബഹളം വെക്കില്ലേ? ഇത് ആദിവാസി ആയതുകൊണ്ട് അവരെ കോർണർ ചെയ്ത് മുകളിലേക്കിടാൻ ചെയ്തിട്ടുള്ളത്. അവർക്ക് വനാവകാശവും കമ്മ്യൂണിറ്റി റൈറ്റും കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവർക്ക് കാടിനെ അറിയാം, അവർക്ക് വന്യജീവികളെ അറിയാം. അവര് അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് ആ സിസ്റ്റം, ആ ഇക്കോസിസ്റ്റം, ഒരു അഗ്രോ എക്കോസിസ്റ്റം അവർക്ക് കൊണ്ടു നടക്കാൻ അറിയാം. ഞാനിത് ഞാൻ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. എൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള കാടരാണെങ്കിലും കുറിച്ചരാണെങ്കിലും പണിയരാണെങ്കിലും നായ്ക്കരാണെങ്കിലും ഈ എല്ലാ ഗോത്ര സമൂഹങ്ങളുടെയും കസ്റ്റംസും ഞാൻ അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. 100%, 100%. അവരൊരു തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ കൂടെ നമ്മൾ നിൽക്കൂ. അവരെ തള്ളി പറയില്ലേ. കാരണം അവർ അർഹിക്കുന്നു
ഈ സമൂഹത്തിലെ ഏറ്റവും, കാരണം അവർക്കൊരു നോളജ് സിസ്റ്റം ഉണ്ട്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജ്ഞാന വ്യവസ്ഥയുണ്ട്. ആ ജ്ഞാന വ്യവസ്ഥയെ നമ്മുടെ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല, നമ്മുടെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടില്ല. ആ നോളജ് സിസ്റ്റത്തെ നിങ്ങൾ ബഹുമാനിക്കാൻ തയ്യാറായാൽ തന്നെ, നിങ്ങൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതിനെ നിന്ദിക്കാതിരുന്നാൽ, അതിനെ അംഗീകരിക്കാൻ തയ്യാറായ, അത് കൃഷിയുടെ കാര്യത്തിലായാലും പ്രപഞ്ചത്തിന്റെ പഞ്ചഭൂതങ്ങളെ പരിരക്ഷിക്കുന്നതിൽ വെള്ളം, വായു, മണ്ണ്, ഇതൊന്നും വിഷമയമാക്കുന്ന ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അങ്ങനെ അവരെ നിലനിർത്തുന്നത്, എന്നെ നിലനിർത്തുന്നത് എനിക്ക് വെറുതെ കിട്ടുന്ന ഈ ശുദ്ധവായുവും ജീവജലവുമാണ് എന്ന ബോധത്തോടുകൂടി ജീവിച്ചവരാണ് അവര്. നേരെ മറിച്ച് ബാക്കി എന്നെ പോലെയുള്ള ആളുകളൊക്കെ എങ്ങനെയും പണം ഉണ്ടാക്കണം, ആ പണം ഉണ്ടാക്കാൻ ഞാൻ എന്ത് വിഷവും മണ്ണിലിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, എവിടെ വിതറിയിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് പണം ഉണ്ടായാൽ മതി എന്ന രീതിയിൽ പോയിട്ടുള്ള ആളുകളാണ്. ഈ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. പ്രപഞ്ചത്തെയും പഞ്ചഭൂതങ്ങളെയും ബഹുമാനിച്ചു മാനിച്ചു നിന്ന യൂണിറ്റിയോട് നമ്മുടെ സമൂഹം കാണിച്ച അന്യായം ചെറുതല്ല. ശ്രീജോൺ, നമ്മളിത് പറയുമ്പോൾ ഈ മാറ്റം ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഈ 50 വർഷത്തിനിടെ താങ്കൾ തന്നെ നേരിട്ട് കണ്ട ഈ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ യൂക്കാലിപ്സ് തോട്ടങ്ങളായിരിക്കുന്നു, അല്ലെങ്കിൽ അക്കേഷ്യ തോട്ടങ്ങൾ വന്നിരിക്കുന്നു, മഞ്ഞക്കൊന്ന, വിവിധ പ്ലാന്റേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ സാഹചര്യത്തിൽ ഇതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങളല്ലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് സർക്കാരിന് നീങ്ങാൻ പറ്റുക? നീക്കാൻ പറ്റുന്നതിൽ എൻ്റെ നിർദ്ദേശങ്ങളിൽ ഒന്ന് രാജ്യം അംഗീകരിച്ചിട്ടുള്ള വനാവകാശ നിയമം വയനാട്ടിൽ നടപ്പാക്കുക. സിമ്പിൾ. പുതിയ നിയമമൊന്നും ഉണ്ടാക്കണ്ട. ഈ രാജ്യത്ത് പാസ്സാക്കി വെച്ചിട്ടുള്ള വനാവകാശ നിയമം അനുസരിച്ച് കമ്മ്യൂണിറ്റി റൈറ്റ് ആദിവാസികൾക്ക് കൊടുക്കുക. വനത്തിന്റെയും വന്യജീവികളുടെയും പരിരക്ഷ അവരിൽ നിക്ഷിപ്തമാക്കുക. ഒരു മനുഷ്യനെയും വന്യജീവികൾ ആക്രമിക്കാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ അവർക്കാവും. ഐ എം 100% കോൺഫിഡന്റ്. നമ്പർ 1. നമ്പർ 2, വനം വന്യജീവി വകുപ്പിന് പണ്ട് ഒരു കൺസർവേറ്റർ അല്ലെങ്കിൽ ഒരു ചീഫ് കൺസർവേറ്റർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 100 കണക്കിന് ചീഫ് കൺസർവേറ്റർമാരും പ്രിൻസിപ്പൽ കൺസർവേറ്റർമാരും ആയിട്ട് വലിയൊരു പാരഫർനേലിയുണ്ട്. ഇവരാരും തന്നെ ഗാർഡ് മുതൽ ഏറ്റവും മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വരെയുള്ള എല്ലാവരും ഇരിക്കുന്നതും ജോലി ചെയ്യുന്നതും നഗരങ്ങളിലാണ്. ഇവരാരും കാടിനകത്ത് ഇരിക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല. ഇവരുടെ ജോലി കാട് സംരക്ഷിക്കലാണ്, വന്യജീവികളെ സംരക്ഷിക്കലാണ്. കാടിനെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടവർ എവിടെ ഇരിക്കണം? കാട്ടിനകത്തിരിക്കണം. അവരുടെ ആഫീസ് കാട്ടിലായിരിക്കണം, അവരുടെ ജോലി കാട്ടിലായിരിക്കണം. അവർ കാട്ടിൽ ജോലി ചെയ്താൽ വന്യജീവികൾ പുറത്തിറങ്ങില്ല. ജയിലിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള ജയിൽ പുള്ളികളെ അവിടുത്തെ ജയിലർമാർ വേണ്ട വിധം അതിനെ നോക്കി നടത്തിയിട്ടില്ലെങ്കിൽ ആ ജയിൽ പുള്ളികൾ ജയിലിൽ ചാടുമോ? ജയിലിൽ പാർപ്പിക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അവർ ജയിലിൽ ചാടിയാൽ അവരെ തടയാനുള്ള സിസ്റ്റം അവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. ഈ ചെറിയ പാരഫർനേലിയ അല്ല ഇന്ന് ഞാൻ പറയുന്നത്. ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ ഗാർഡ് മുതൽ പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വരെയുള്ള മുഴുവൻ ആളുകളും കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുകയും അവിടെ പണിയെടുക്കുകയും ചെയ്യണം. അവരാരും അതിൻ്റെ അകത്തില്ല. കാട്ടിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നത് ഈ പാവം ആദിവാസി വാച്ചർമാരോ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരോ മാത്രമാണ്. അവര് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അവരെ വണ്ടിയും ചെണ്ടയൊക്കെ ആയിട്ട് കാട്ടിനുള്ളിലേക്ക് ചെല്ലുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഈ നാട്ടിലെ ഒരു പൊതുജനങ്ങൾക്ക് ഒരാവശ്യമില്ല. വനം വകുപ്പിനെ കൊണ്ട് എനിക്കോ എന്റെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കോ ഒരാവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഫീസ് എന്തിനാ നാട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ആഫീസ് കാട്ടിൽ വെച്ചോ. നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് ഒരാവശ്യമില്ല. വനം വകുപ്പിനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ഒരാവശ്യവുമില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ആഫീസ് കാട്ടിനുള്ളിൽ വെച്ചോ. നിങ്ങൾ അവിടെ പണിയെടുക്കുക. നിങ്ങളുടെ ജോലി കാട് സംരക്ഷിക്കലും കാട് നശിപ്പിക്കലല്ല, കാട് സംരക്ഷിക്കലും കാട്ടിനകത്തെ വന്യജീവികളെ ഭക്ഷണവും വെള്ളവും കൊടുത്ത് പരിരക്ഷിക്കലുമാണ്. അത് ചെറിയ ജോലിയല്ല. അത് നിങ്ങളെ പട്ടിണിക്കിട്ട് കൊള്ളാനല്ല ഈ വകുപ്പുണ്ടായിട്ടുള്ളത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ
ഭക്ഷണം കൊടുക്കണം, പ്രാഥമികമായി വെള്ളം കൊടുക്കണം മൃഗങ്ങൾക്ക്. ഈ വെള്ളവും ഭക്ഷണവും കൊടുക്കാനുള്ള പദ്ധതി നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ അവിടെ ഉണ്ടാവണം. നിങ്ങൾ അവിടെ ഇല്ലല്ലോ. ഞാൻ ചലഞ്ച് ചെയ്യും, കേരളത്തിലെ 10% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും കാട്ടിനകത്ത് താമസിച്ച് ജോലി ചെയ്യുന്നവരില്ല. അവരുടെ ആഫീസുകൾ അതിനകത്തില്ല. കാരണം അവരൊക്കെ നഗരങ്ങളിൽ അവരുടെ ഭാര്യമാരും കുട്ടികളുമായിട്ട് വലിയ ഫ്ലാറ്റും സൗകര്യങ്ങളായിട്ട് ജീവിച്ച് അവരുടെ സുഖ ജീവിതത്തിൽ ആർഭാടമായിട്ട് കഴിയുന്നവരാണ്. ഇത് മാറ്റണ്ടേ? ഇത് മാറ്റിയാൽ തന്നെ ഒരു വലിയ ശതമാനം പ്രശ്നം പരിഹരിക്കില്ലേ? ഇനി മൂന്നാമത്തെ അടുത്ത പോയിന്റ്. പണ്ട് വയനാടിന് ചുറ്റും തമിഴ്നാടിന്റെ മുതുമല വൈൽഡ് ലൈഫ് സാങ്ച്വറി, കർണാടകയുടെ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നാഗർഹോള വൈൽഡ് സാങ്ച്വറിയും വയനാട്ടിലെ മുത്തങ്ങ സാങ്ച്വറി, ഇത്രയുമായിരുന്നു നമുക്കുണ്ടായിരുന്ന വന്യജീവി സങ്കേതങ്ങൾ. ഈ സ്ഥാനത്ത് ഒരാളോടും ചോദിക്കാതെ, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദമില്ല, ഒരു ആദിവാസി ഊരുകൂട്ടങ്ങളുടെ അനുവാദമില്ല, ആരുടെയും അനുവാദമില്ലാതെ വനം വകുപ്പ് പ്രഖ്യാപിച്ച പുതിയ മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ, പുതിയ കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, നിലമ്പൂർ ഭാഗത്ത് വേറൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇങ്ങനെ പുതിയ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ ആരംഭിക്കുകയും അവർ ബഫർ സോണുകൾ അതിന്റെ ബഹളങ്ങളൊക്കെ നമ്മൾ കേട്ടുല്ലോ. ആരോട് ചോദിച്ചിട്ടാണ് ഈ സാങ്ച്വറികൾ ഇവരെ ആരംഭിച്ചത്? ടൈഗർ സാങ്ച്വറികൾ, ടൈഗർ പാർക്കുകൾ, ഇതൊക്കെ ഇവർ ആരോട് ചോദിച്ചിട്ട്? ഈ രാജ്യത്ത് പഞ്ചായത്ത് രാജ് നിയമങ്ങളുണ്ട്. ഗ്രാമങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഗ്രാമങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ, തീരുമാനിക്കാനും അധികാരവും അവകാശവും ഉള്ളവരാണ്. ഊരുകൂട്ടങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഊരുകൂട്ടത്തോട് ഇവർ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഡാറ്റ അതിന്റെ മിനിറ്റ്സുമായിട്ട് വരട്ടെ. ആ മനുഷ്യരെ മുഴുവൻ കൊല്ലാൻ സാധിക്കാവുന്ന തരത്തിലേക്ക് പ്ലാനും പദ്ധതിയും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. എന്താ ലക്ഷ്യം? യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഒരു അട്രാക്ഷനാണ്. രണ്ടാമത്തത് വേൾഡ് വൈൽഡ് ഫണ്ട്, WWF ഫണ്ട്. WWF ഡോളറും യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC ഫണ്ടും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഈ വനം വകുപ്പിലിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. ഇത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ പ്രൊമോഷൻസ് അടിക്കടി ഉണ്ടാവണമെങ്കിൽ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറികളും നാഷണൽ പാർക്കുകളും ഒക്കെ എണ്ണം വർദ്ധിക്കണം. അത് എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് DFO കൺസർവേറ്ററായിട്ടും ചീഫ് കൺസർവേറ്ററായിട്ടും പ്രിൻസിപ്പൽ കൺസർവേറ്റർമാരായിട്ടും പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇവരുടെ പ്രൊമോഷന് വേണ്ടി, ഇവർക്ക് ആർമാദിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന തരത്തിൽ ഒരു ആലോചനയും പഠനവും നടത്താതെ അശാസ്ത്രീയമായി ഇത്തരം പുതിയ നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറികളുമാണ് ഇവർ ഉണ്ടാക്കി. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ ഇതൊക്കെ വളരെ വിശാലമായ കാര്യങ്ങളാണ് ശ്രീ ജോൺ പറയുന്നത്. ഇതിലേക്കൊക്കെ എത്തുമോ നമ്മുടെ ഭരണകൂടം? എനിക്ക് ഒരു സംശയവുമില്ല, അതിനകത്തേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. ഒരു സർവകക്ഷി യോഗം വിളിക്കും, ആളുകളെയൊക്കെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കും. പിന്നെ ഇപ്പോൾ അതിർത്തി സംരക്ഷിക്കാനായിട്ട് വലിയ വൈദ്യുതി വേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലോചിക്കുന്ന ഈ പദ്ധതികൾ ഒരു ശാശ്വത പരിഹാരമാകുമോ? അതിന് ഞാൻ എൻ്റെതായ ഒരു അനുഭവം, എൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. എൻ്റെ കൃഷിയിടം പുൽപ്പള്ളി പഞ്ചായത്തിലെ 20-ാം വാർഡ് കുറുവ വാർഡിലാണ്. വനത്തിനോട് ചേർന്നാണ് എൻ്റെ കൃഷിയിടം ഉള്ളത്. ജണ്ട ഇട്ടിട്ടുള്ള ഫോറസ്റ്റിനോട് ചേർന്ന്, കുറിച്ചാട് ഫോറസ്റ്റിനോട് ചേർന്നാണ് എൻ്റെ കൃഷിയിടം ഉള്ളത്. സ്ഥിരമായി ആന കയറുകയും നെല്ല് തിന്നുകയും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം. ഞാൻ അതിന് എടുത്ത പ്രതിവിധി തേനീച്ച കൂടുകൊണ്ടുള്ള വേലി ഉണ്ടാക്കുക ചെയ്തത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കമ്പി കെട്ടി വലിച്ചിട്ട് അതിന്റെ മുകളിൽ തേനീച്ച കൂടുകൾ തൂക്കിയിട്ടു. ഇപ്പോഴും പോയാൽ കാണാം. ആ തേനീച്ച കൂടുകൾ തൂക്കിയിട്ടതിന് ശേഷം ഇന്നേ വരെ എന്റെ പറമ്പിനകത്തേക്ക് കാട്ടാന കയറിയിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നതാണ്.
സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന സജഷനാണ് ഞാൻ പറയുന്നത്. കാട്ടാന ശല്യം, വേറെ കടുവയും പുലിയോ ഒന്നും ഇതിൽ പരിഹരിക്കാനാവില്ല. പക്ഷെ കാട്ടാന കയറി നിങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നെങ്കിൽ അത് തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഞാൻ കണ്ടുപിടിച്ചതും ഞാൻ നടപ്പാക്കി, എന്റെതല്ല, ഞാൻ കൊറിയൻ സംഗതിയാണ്, ഞാനത് പകർത്തിയെന്ന് മാത്രം. പക്ഷെ അത് വെച്ചതിന് ശേഷം എന്റെ പറമ്പിൽ ആന കയറുന്നില്ല. ഇതിന് കോടിക്കണക്കിന് ഉറുപ്പിയൊന്നും വേണ്ട. ഇതൊരു വളരെ നോൺ വയലന്റ് മെത്തേഡാണ്. അഹിംസാ മാർഗത്തിൽ ആനയെ ഉപദ്രവിക്കാതെ തന്നെ ആനയിൽ നിന്ന് നിങ്ങളുടെ കൃഷിയെ സംരക്ഷിക്കാൻ പറ്റും. രണ്ടാമത്തെ, അതിനൊരു പ്രൊഡക്റ്റീവായിട്ട് സൈഡും കൂടി ഉണ്ട്. ഒരു സീസൺ ആകുമ്പോൾ ഒരു പെട്ടിയിൽ നിന്ന് ഒരു 3 കിലോ നല്ല ശുദ്ധമായ തേനും കിട്ടും. അപ്പൊ ഈ ഒരു മാർഗം സർക്കാരിന് ആലോചിക്കാം. അവരാലോചിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇതിനകത്ത് കൊള്ളയടിക്കാൻ വകുപ്പില്ല. ട്രെഞ്ച് കുഴിക്കുകയും കോൺട്രാക്ടറും പിന്നെ അങ്ങനത്തെ സംവിധാനം വരുത്തി അതിലൂടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ രാഷ്ട്രീയക്കാരും കൂടി നടക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ വികസനം എന്ന് പറഞ്ഞ സാധനം. വളരെ ക്ലിയർ ആണോ? ഇതിന്റെ പേരിലാണെങ്കിലും കുറെ കൊള്ള നടത്താനുള്ള വഴിയുണ്ടെങ്കിൽ അതേ അവർ ചെയ്യൂ. അല്ലാതെ അഹിംസാ മാർഗത്തിൽ വന്യമൃഗങ്ങൾക്ക് ശല്യം ചെയ്യാതെ കൃഷിയെ സംരക്ഷിക്കാൻ ഈ മാർഗം സ്വീകരിച്ചാൽ അത് കൃഷിക്കാരന് നല്ല തേനുണ്ടാക്കാനും അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കൂടി ഗുണം ചെയ്യും. എന്നാൽ ഇതാവാം എന്ന് അവർ ചിന്തിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് പ്രായോഗികമായി വിജയിപ്പിച്ച ഒരു ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ വയനാട്ടിൽ ഉണ്ടായിരുന്നു ഒരിക്കലേ. അയാൾ സുഗന്ധഗിരി എന്ന് പറയുന്ന പൊഴുതന പഞ്ചായത്തിലെ ഒരു പൊഴുതന പഞ്ചായത്തിന്റെ വാർഡിൽ ഇത് വളരെ വിജയകരമായി നടപ്പാക്കിയതിന്റെ ഒരു എക്സ്പീരിയൻസും അതിന്റെ റിസൾട്ടും ജില്ലാ കളക്ടർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശങ്കരൻകുട്ടി ചെയ്ത് കണ്ടത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ കൃഷിയിടത്തിൽ ഞാനത് ചെയ്തിട്ടുള്ളത്. എന്താ സർക്കാർ അത് ചെയ്യില്ലാത്തത്? കാരണം ഇതിനകത്ത് കൊള്ളയടിക്കാൻ വകുപ്പില്ല. ഇത് ഡയറക്റ്റ് ബെനിഫിഷ്യറി, അവർക്കും കൂടി റോളുണ്ട്. അവര് പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ആ സംഗതി ചെയ്യാവുന്നതാണ്. അത് ചെയ്യില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അന്തവും ഒരു വിവരവും ഉള്ളവനല്ല കേരളത്തിന്റെ ഇന്നത്തെ ഈ പിന്നെ വകുപ്പ് മന്ത്രി. അയാൾക്ക് ഒരു ഗ്രാഹ്യം അതിനെ കുറിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ വെറും ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടിട്ട് അതിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളെന്നല്ലാതെ ആ ഉദ്യോഗസ്ഥന്മാരോട് തിരിച്ച് അയാളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അയാൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാനം പറയുന്ന ഒരാളല്ല അയാൾ. അത് ഏറ്റവും അവസാനമായി ഈ കഴിഞ്ഞ നിയമസഭയിൽ ഇവര് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. കേരള സ്വകാര്യ വനം നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും നിയമം 2023. ആ നിയമം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റവന്യൂ വകുപ്പ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ചട്ടപ്രകാരം ആളുകൾക്ക് കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾക്ക് വനം വകുപ്പിനൊരു ബാധകമല്ല. ആ പട്ടയങ്ങൾ വനം വകുപ്പിന് ബാധകമല്ല എന്നൊരു നിയമം പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. 50 കൊല്ലത്തെ പിൻകാല പ്രാബല്യത്തോടുകൂടി 50 കൊല്ലത്തെ പിൻകാല പ്രാബല്യത്തോടുകൂടി അങ്ങനെ ഒരു നിയമം ഈ കേരള നിയമസഭയിൽ പാസ്സാക്കി ഗവർണറെ കൊണ്ട് ഒപ്പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. എന്റെ 4 ഏക്കർ ഭൂമി പാകത്ത് കിടക്കുന്നത്, എനിക്ക് പട്ടയമുണ്ട്, ആധാരമുണ്ട്, അടിയാധാരമുണ്ട്, ഒക്കെ ഉണ്ട്. ബ്രിട്ടീഷ് കാലം മുതലുള്ള എന്റെ വനം വകുപ്പ് രൂപം കൊള്ളുന്നതിന്, വനം വകുപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നതിന് മുമ്പേ അതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഭൂമി എന്റെ കയ്യിലുണ്ട്. അതിനെനിക്ക് പട്ടയമുണ്ട്. പക്ഷെ ആ പട്ടയ ഭൂമി നാളെ വനമാക്കുന്നു എന്ന് വനം വകുപ്പ് തീരുമാനിച്ചാൽ ഞാൻ എന്റെ പട്ടയവും കടലാസും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഈ പട്ടയം ഞങ്ങൾക്ക് ബാധകമല്ല. നിയമം പാസ്സാക്കിയിരിക്കല്ലേ. എന്റെ പട്ടയത്തിന് ഒരു വിലയില്ല. സർക്കാരിന്റെ റവന്യൂ വകുപ്പ് എനിക്ക് തന്നിരിക്കുന്ന പട്ടയത്തിന് വനം വകുപ്പിന് അത് ബാധകമല്ല എന്ന് പറഞ്ഞൊരു നിയമം കേരളത്തിൽ പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ ചതി ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യാനുണ്ടോ? ഇതിനേക്കാൾ വലിയ ചതി നിയമം പാസ്സാക്കി വെച്ചിരിക്കുകയാണ് ഈ മന്ത്രി AK ശശീന്ദ്രൻ. പേരെഴുതിയിട്ടുണ്ട് ആ നിയമത്തിന്റെ അടിയിൽ. ഈ മാതിരി ജനദ്രോഹവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവുമായിട്ടല്ലേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അന്യായം, അനീതി എന്നല്ലാതെ എന്താ പറയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവല്ല. വനം വന്യജീവി വകുപ്പ് ആദിവാസികളിൽ പഠിക്കുക, കുറച്ച് താഴേക്ക് വരിക. നിങ്ങൾക്ക് IFSും TFSും ഒക്കെ ഉണ്ട്, എല്ലാം ഉള്ളവരാണ്. പക്ഷേ കാടിനെ കുറിച്ചുള്ള അറിവ്, കാട്ടിൽ ജീവിച്ചിട്ടുള്ള, കാട്ടിൽ വളർന്നിട്ടുള്ള, കാടിനെ അറിയുന്ന മനുഷ്യരിൽ നിന്ന് അറിയില്ല.
അതിലൂടെ നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനം, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മുഴുവൻ ഇവരിൽ നിന്ന് അവരെ അറിയാൻ ശ്രമിക്കുകയും അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി കൊണ്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ 70 മുതൽ 77 വരെ കോളേജ് വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് അറിവ് തന്നിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി തന്നതിനേക്കാൾ അറിവ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ പാരമ്പര്യ പൈതൃക സമൂഹങ്ങളുടെ അറിവിൽ നിന്നാണ്. ആ അറിവിനെ ബഹുമാനിച്ചുകൊണ്ടാണല്ലോ പിന്നെ രാമേട്ടനെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹം പരീക്ഷിക്കുന്ന ഈ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് നെല്ല് വാങ്ങിയിട്ട് തന്നെ പഴയ വിത്തുകൾ വെച്ച് കൃഷി ചെയ്യുന്ന ഒരാളാണ് ജോൺ. ഞാന് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത് അദ്ദേഹത്തിന്റെ ഒരു ഈ കൃഷിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയല്ലേ. നിങ്ങൾ ആ കൃഷിയെ ബഹുമാനിക്കുന്ന എങ്ങനെയാണ്? ആ കൃഷിക്ക് ഒരു പ്രാധാന്യം ഉണ്ട്. ആ പ്രാധാന്യം എന്താ? ഞാൻ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വിഷമയമാക്കില്ല. ശ്രീജോൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ എന്തായാലും സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ടിരിക്കാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്നെനിക്ക് തോന്നുന്നു. സർവകക്ഷി യോഗത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്തുവരും? അതിന്റെ ഔട്ട്കം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പാസീവ് ആക്കാനുള്ള എന്തെങ്കിലും കുറച്ച് സംഗതികൾ പറയും. ആഴത്തിലുള്ള ഒരു തീരുമാനവും അവർ ചർച്ച ചെയ്യില്ല, എടുക്കില്ല. തൽക്കാലം എന്തെങ്കിലും പാച്ചപ്പ് സംഗതികളൊക്കെ പിന്നെ സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമായിട്ട് പോകും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ കക്ഷികൾ തന്നെയാണ് ഇതിനകത്തെ പ്രധാന. എന്തായാലും നമുക്ക് സർവകക്ഷി യോഗം തീരട്ടെ. സർവകക്ഷി യോഗം തീർന്നിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇരിക്കാം വിശദമായിട്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഇൻസൈറ്റിൽ സംസാരിച്ചത്.